അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ സ്ഥലത്തിലേക്ക് അപേക്ഷ കൊടുക്കണമാകണമെന്നൊന്നും താല്പര്യമില്ല. അച്ഛൻ്റെ മരണശേഷം എൻ്റെ അമ്മയെ കൊണ്ട് ഞാനൊരു പെറ്റീഷൻ കൊടുത്തായിരുന്നു. അത് കൊടുക്കാൻ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഗൗരിയമ്മയെ ചെന്ന് കണ്ടിട്ടുണ്ട്. അന്ന് EMSൻ്റെ മിനിസ്ട്രിയായി, അവർ റവന്യൂ മന്ത്രിയായിരുന്നു. ഞാൻ EMSൻ്റെ മിനിസ്ട്രിയിൽ അവരുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ, ഈ സ്ഥലത്തിൽ ഞങ്ങൾക്ക് കുറെ കിട്ടണം, ഇത് അപ്പൂപ്പറ്റ സ്ഥലമാണ്, അത് അവർക്കും അറിയാം, ഗൗരിയമ്മയ്ക്കും അറിയാം ഈ കേസ്. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഈ നടപടി തെറ്റാണ്, ഈ ഭൂമിക്ക് അഗ്രികൾച്ചറുകാർക്ക് ലീസ് കൊടുക്കാൻ അവകാശമില്ല, അവർക്ക് വേണമെങ്കിൽ ആ ഭൂമി ഗവൺമെൻറ് തിരികെ തരേണ്ടതാണ്, ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തരണം. ആർക്കെങ്കിലും ലീസിനോ വല്ലതും കൊടുക്കണമെങ്കിൽ റവന്യൂ പേ ചെയ്യാനും തെറ്റായ നടപടിയാണ്. നിങ്ങളൊരു കടലാസ് കൊടുത്താൽ ഞാൻ എന്നെ കൊണ്ടാകുന്ന ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. അമ്മയെ കൊണ്ട് ഞാനൊരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷന് എൻക്വയറി എല്ലാം നടന്നു. വില്ലേജ് ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ, കളക്ടറേറ്റിൽ ഫേവറബിളായിട്ട് റിപ്പോർട്ട് പോയി. ഫേവറബിളായിട്ട് റിപ്പോർട്ട് പോയി. ഗവൺമെൻറ്റിൽ അത് വരുന്ന പീരീഡിലാണ് EMSന് ഈ സീരിയസ് ആയി, അല്ല അതെ EMS ജർമ്മനിയിൽ പോയി, അസുഖം മൂത്തത്. അദ്ദേഹത്തിന് ജർമ്മനിയിൽ പോയ സമയത്ത് ഇത് കൊടുത്തത് M.N. ഗോവിന്ദൻ നായരാണ്. അത് ആ ക്യാബിനറ്റിൽ ഇത് സർക്കാരിന് ആവശ്യമുള്ള ഭൂമിയാണ്, അതുകൊണ്ട് തരാൻ പറ്റുന്നില്ല, ഈ ഭൂമി ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങൾക്ക് അത് സ്ഥലം തരണം എന്നും പറഞ്ഞ് അമ്മയെ കൊണ്ടൊരു പെറ്റീഷൻ മൂവ് ചെയ്തു. അമ്മയാണ് മൂവ് ചെയ്തത്. അത് ആണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്, ഇത് സർക്കാരിന് ആവശ്യമുള്ള ഭൂമിയാണ്, അതുകൊണ്ട് തരുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 12 പേരും കൂടെ ചേർന്ന് ഒരു പെറ്റീഷൻ തയ്യാറാക്കി. റവന്യൂ മിനിസ്റ്ററുടെ കയ്യിലാണ് ആ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ, ഈ ഭൂമിയിൽ കുറേ ഭൂമി ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ്. അതും എൻ്റെ ഒരു കാര്യസ്ഥൻ്റെ മകൻ വന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ് അദ്ദേഹം വന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് അങ്ങനെ എഴുതി കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞാണ് ഈ ഭൂമി ഇങ്ങനെ പോകണം, നിങ്ങളെങ്കിലും ഒന്ന് എഴുതിത്താൽ ഞാൻ വേണ്ടത് ചെയ്യാം, ക്ഷമിക്കാം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇത് എടുത്തത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് അച്ഛനുമുണ്ട്. അല്ലാതെ CP രാമസ്വാമി അന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അച്ഛൻ ജീവിച്ചിരുന്ന് ഇറങ്ങി മരിക്കുന്നത് വരെ നമുക്ക് 66ലാണ് മരിച്ചത്. അതുവരെ നമ്മൾ ഇതിന് പുറകിൽ പോയില്ല. ആ 66 മരിച്ചതിന് ശേഷം തന്നെയാണ് ഈ ഭൂമി 67 ആണ് ഈ ലാ അക്കാഡമിക്ക് കൊടുത്തത്. 67 ആണ് ലാ അക്കാഡമിക്ക് കൊടുക്കുന്നത്. അതുവരെ ഈ ട്രെയിനിങ് സെൻ്ററാണ് നടത്തിക്കൊണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായിട്ടുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് കുടുംബത്തോട് അർത്ഥത്തിലുള്ളത്, ഈ ഭൂമിയിലാണ് ഈ ഇന്ന പുണ്യ ആളുകളൊക്കെ വന്ന് താമസിച്ച ആ വീട്ടിൽ മോളിലെ ഹാർബി ബംഗ്ലാവ്, ആ കെട്ടിടം ഞങ്ങൾക്കൊരു പുണ്യഭൂമിയായിട്ട് തന്നെ കാണും. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാർക്കെല്ലാം ഒരാഗ്രഹം, ആ സ്ഥലം ഞങ്ങൾക്കൊരു പുണ്യസ്ഥലമായിട്ട് നമ്മുടെ കിട്ടണം, നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ നടക്കില്ല എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ അതുകൊണ്ടാണ് ഈ അപേക്ഷ കൊടുക്കാനില്ല. അതൊരു സ്മാരകമായി നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഒരുപാട് പേര് നിങ്ങൾക്ക് തന്നെ ചോദിക്കുന്നത്, ഈ സ്ഥലത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചൂടെ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പാടില്ല. ഞാൻ പലരും ഇങ്ങനെ കമ്പൽ ചെയ്തതിൻ്റെ പേരിലാണ് ഈ നവംബറിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ്. അതും എൻ്റെ അച്ഛൻ്റെ ഒരു കാര്യസ്ഥനായിരുന്ന ആളിൻ്റെ മകൻ വന്ന് വളരെ നിർബന്ധം പറഞ്ഞു. അദ്ദേഹം ഞാൻ അതിൻ്റെ പുറകെ പോയി നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു എനിക്ക് പ്രായമായി, എന്നെക്കൊണ്ട് ഇനി ഇതിനും വയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെയാണ് ഇത് കൊണ്ട് കൊടുത്ത് ഏർപ്പാട് ചെയ്യാൻ പോകുന്നത്. വേണ്ടി അതിൽ നിന്ന് 1 ഏക്കർ സ്ഥലം കിട്ടാനായിട്ട് അപേക്ഷിച്ചു, നടക്കില്ല, നമുക്ക് കിട്ടിയില്ല. അതുപോലെ ബസ് സ്റ്റാൻഡ് KSRTC ഡിപ്പോ തുടങ്ങുന്നതിലേക്ക് വേണ്ടി ആ സ്ഥലം ചോദിച്ചു. പ്രക്ഷോഭണമൊക്കെ നടന്നൂടെ? ഇതൊക്കെ പറഞ്ഞു വന്നാലും പോളിറ്റിക്സാണ്. അവസാനം എന്തൊക്കെ പറഞ്ഞു വന്നാലും ഇത് അതിനകത്ത് ചുരുങ്ങിക്കൂടും. ഇതാ ഇപ്പം പറഞ്ഞല്ലേ കോടിയേരി മെനഞ്ഞാതെന്ന് പറഞ്ഞിട്ട് പോയത്, ഇത് കുട്ടികളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഭൂമിയുടെ പ്രശ്നമൊന്നും ഇതിനകത്ത് ഒതുക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ തന്ത്രപരമായി കാര്യങ്ങൾ നീങ്ങുകയാണ്. അത് ഒന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വിഷമമുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. എനിക്ക് മോഹമുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിന്. ആ കുന്നിൽ ആ കെട്ടിടവും ആ സ്ഥലവും ഒന്നുകാർ ഓരോരുത്തരുടേതും അല്ല എന്ന് പോകുന്നല്ല, അതിൻ്റെ അപ്പൂപ്പം വച്ച കെട്ടിടമാണ്.